നീ എന്താന്ന് ലീവ് എടുക്കാന്ന് വിചാരിച്ചേ? മൺസൂൺ സ്റ്റാർട്ടായില്ലേ, ഓഫീസിൽ വലിയ കാര്യമായിട്ട് പണിയൊന്നുമില്ല. മാത്രമല്ല എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ മാത്രമല്ല എന്നെ ലീവ് ഇങ്ങനെ കിടക്കുകയല്ലേ, അപ്പോൾ ഓരോന്നൊക്കെ എടുത്ത് തീർക്കണം. പിന്നെ കുറേ നാളായി ഞാനിങ്ങനെ ഫ്രീ ആയിട്ടിരുന്നിട്ട് കാലത്തൊരു കപ്പ് കോഫിയൊക്കെ കുടിച്ച് മറ്റുള്ളവർ ജോലിക്ക് പോകുന്ന കാണാൻ നല്ല രസമല്ലേ? ശരിയാ, നല്ല മഴക്കോളുണ്ട്. ഞാനൊന്ന് ലീവ് എടുത്താലോ നല്ലയിക്കാം. മഴയത്ത് വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടാ. ദേ സാമോനെ, നീ ആ ഡിയാജിന്റെ കൂടെ ചേർന്ന് ദിവസം തോറും വഷളായിട്ട് വരിക. മര്യാദക്ക് ജോലിക്ക് വന്ന് നോക്ക്. ഞാൻ പോവില്ല. പോടാ. പോവില്ലടാ. എന്നാ ശരി, നമുക്ക് നമ്മുടെ ട്രിപ്പിന്റെ കാര്യം പ്ലാൻ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നടന്നില്ലല്ലോ, അറ്റ്ലീസ്റ്റ് ഇപ്രാവശ്യത്തെങ്കിലും പ്ലാൻ ചെയ്യണം. ഹലോ മിസ്റ്റർ രമേശ്. യെസ് മിസ്റ്റർ സുമേഷ്. നിങ്ങളിതാ അവളെ കണ്ടോ? ഇതായിരിക്കുന്ന അവള് എൻ്റെ പൊന്നളിയാ. അവൾ എപ്പോഴും ഇതേപോലെയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. എന്താ കാര്യം എന്നറിയോ? അതൊടുക്കത്തെ ചൂടല്ലേ അളിയ? ഈ മഴയത്താണല്ലോ ചൂട്. എടാ അതൊന്നും നല്ല കാര്യം. ഇനിയിപ്പോൾ എന്തായാലും നീയായിട്ട് പറഞ്ഞത് മാറ്റണ്ട. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ? എടാ ഇത് മനഃപൂർവ്വം എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിന്നെ കാണിക്കാനോ? ജമ്മു എന്തൊരു തള്ളാടത്. എടാ തള്ളിയതല്ലാന്ന്. എൻ്റെ പടം ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറില്ല. അളിയോ, ഞാൻ എപ്പോൾ വന്നാലും ശരി ഇവൾ ഇതേപോലെ എന്തെങ്കിലും കിട്ടിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടി. ഒന്ന് പോടാ വരെ. പിന്നെ ആൾക്ക് വേറെ പണിയില്ലേ? എടാ നിനക്ക് ഇവിടുത്തെ സെറ്റപ്പ് അറിയാൻ പാടില്ല. എൻ്റെ പൊന്നളിയാ, ഇവിടെ ഇവിടെ മാത്രമല്ല പെണ്ണെന്ന് വേറൊരുത്തും കൂടി ഉണ്ട്. ആണെന്ന് മാത്രമല്ല 3 ആമ്പിള്ളേരും. അതായത് 2 പെണ്ണുങ്ങളും 3 ആമ്പിള്ളേരും. മനസ്സിലായ? ഓ, റെസ്റ്റ് ഇൻ പീസ്. ഈ സമയത്തൊക്കെ മൂന്നാറ് പോയാലേ അട്ട കടിക്കും. അട്ട എനിക്ക് ഭയങ്കര പേടിയാ. കൊള്ളല്ലേ? അട്ട കടിച്ച് ചോര ഊറ്റിയെടുക്കും. അയ്യോ, വേറെ 2 കുരങ്ങന്മാരും ഉണ്ടല്ലോ. എന്താ വേനു? ഒന്നും പറയണ്ട, അപ്പുറത്തെ വീട്ടിൽ 2 കോന്തന്മാരാണ്. മനുഷ്യൻ്റെ ഒരു നോട്ടവും ഭാവവും. മനുഷ്യന് പുറത്ത് സമാധാനമായിട്ട് വന്നിരിക്കാൻ പോലും പറ്റില്ല. നീ അതേ നോക്കും, ഇത് ഞാൻ നോക്കിക്കോളാം. പണി മേടിക്കാൻ എന്താടാ? പോടാ. ഓക്കെ. മൊണ്ണേടാ. ചേട്ടാ, ചേട്ടാ, എല്ലാം വെള്ളത്തിലാവും. മനസ്സിലായി കാണും. ഇവന്റെ ഇടി കൊണ്ട് ഞാൻ ചത്ത. എന്നോട് ക്ഷമിക്കണം. ഇത് ഞാനാ സുധിക്കുട്ടൻ. എന്താ? ഞാനേ ചേട്ടനെ കാണാൻ വന്ന ഒരു കാര്യം പറയാനുണ്ട്. അല്ല, ചേട്ടൻ എന്തിനാ എന്നെ കണ്ടപ്പോ ഓടിയേ? ഞാൻ നിന്നെ കണ്ട പൊടിയല്ല. ഞാൻ അവിടെ അടുക്കളയിൽ എണ്ണ കൂടാക്കാൻ വെച്ചപ്പോഴാണ് കടുക് കീറുന്ന കാര്യം മനസ്സിലായത്. അപ്പോൾ കടുക് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ. നീ പെട്ടെന്ന് കാര്യം പറഞ്ഞ് കടുക് പൊട്ടിക്കാനാണ്. നമുക്ക് അവിടെ പോയി ഇരുന്നാലോ? അത്യാവശ്യമാണോ? കുറച്ച് അത്യാവശ്യമായിട്ടാ. എന്നാ വാ, നമുക്ക് ആ ബെഞ്ചിലിരുന്ന് സംസാരിക്കാം. അപ്പൊ കടുകോ? കടുക് ഞാൻ പിന്നെ സൗകര്യം പോലെ പൊട്ടിച്ചോളാം. കടുക് ക്യാൻ വെയിറ്റ്. ആ, നീ വാ. പൊടി തട്ടുന്ന ചേട്ടൻ വലിയവനാണ്, വലിയവൻ. ഒന്ന് വിട്ടത്. നീ ഇതെന്നോട് ഒരു തവണ പറഞ്ഞല്ലേ ഇങ്ങനെ കാണുമ്പോൾ സെല്യൂട്ട് ചെയ്യണമെന്നില്ല. കാര്യം പറ. കാര്യം പറയുന്നതിന് മുമ്പ് ചേട്ടൻ എന്നെ കൈവിടില്ലെന്ന് സത്യം ചെയ്തു തരണം. എടാ സുധിക്കുട്ട, എനിക്ക് സത്യമൊക്കെ പ്രാക്ടീസ് കുറവാണ്. എന്നെ കൈവിടില്ലെന്ന് സത്യം ചെയ്തു തരണം. സത്യം ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇവിടെ എല്ലാവർക്കും അറിയാം DIG ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. എന്നാ കുഴപ്പമില്ല. വാക്ക് മാത്രമായിരിക്കോ അതോ സഹായിക്കോ? നീ കാര്യം പറ. ചേട്ടാ, എനിക്കൊരു ചെറിയ പണി കിട്ടി. വാ, നല്ല സാലറിയാണ്. പാക്കേജൊക്കെ എങ്ങനെയുണ്ട്? ചേട്ടാ, അതല്ല, അതൊരു വലിയ കഥയാ. വലിയ കഥയാണ്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സൗകര്യം പോലെ പറയാം. എനിക്ക് പോയി കടുക് പൊട്ടിക്കാരനെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാ ചുരുക്കി പറയാം ചേട്ടാ. പറ. കുറേ നാൾ കൂടിയിട്ടാണ് ഞങ്ങൾക്കൊരു കൊട്ടേഷൻ കിട്ടി. പാലാരിവട്ടത്തുള്ള ഒരു വീട്ടിലെ കാർ നോക്കി ഇരുട്ടടി കൊടുക്കാൻ. ഓക്കെ. അഡ്വാൻസ് കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങളൊരു കുപ്പി മേടിച്ചടിച്ചു. വെള്ളമടിച്ച് ഞങ്ങളിങ്ങനെ ഓട്ടോ പിടിച്ചു പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പം എൻ്റെ കൂടെയുള്ള ജിമ്മനില്ലേ, എൻ്റെ അസിസ്റ്റന്റ്, അവൻ പറയുക ഊബർ പിടിച്ചു പോവാ, ലാഭമാണ്. ഊബർ ഉണ്ടല്ലോ. വണ്ടി ഞങ്ങളെ കറക്റ്റ് സമയത്ത് പിക്ക് ചെയ്ത് കറക്റ്റ് സമയത്ത് ഡ്രോപ്പ് ചെയ്തു. വീട്ടു നമ്പർ കറക്റ്റ്, വാതിൽ തുറന്ന ഒരു കാർന്നോരാ, പേരും കറക്റ്റ്. പിന്നെ ഞങ്ങളൊന്നും നോക്കില്ല, കയറടിച്ച് നിന്ന് നിപ്പ് ഇടിയും കഴിഞ്ഞ് ഞങ്ങൾ പോന്നു. പിന്നെ ദോഷം
പാലാരിവട്ടത്ത് കൊടുക്കേണ്ട അടി ഞങ്ങൾ പാടിവട്ടത്തുള്ളൊരു കാരണവർക്കാണ് കൊടുത്തത്. അങ്ങേർക്കാണെങ്കിൽ 10-12 മക്കള്. ആമാര് വന്നിട്ട് എൻ്റെ ശിഷ്യന്മാരെ പൊറോട്ട അടിക്കണ പോലെ അടിക്കും. മുള്ളാൻ പോയോണ്ട് ഞാൻ മാത്രം രക്ഷപ്പെട്ടു. ഇതിലിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ? ഈ പ്രശ്നം ഒന്ന് ഒത്തുതീർപ്പാക്കണവരെ എന്നെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിക്കണം. ഇതിലോട്ട് കയറിക്കോ. എടാ, ഒളിപ്പിച്ച് വെക്കാൻ നീ വല്ല കുന്നിക്കൂരോ മയിൽപ്പീലിയോ വല്ല ആണോ? ചേട്ടൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചാൽ മതി. എനിക്കെന്നെ അവിടെ ഒളിക്കാൻ സ്ഥലമില്ല. പിന്നെ നിൻ്റെ ഈ ഓമന മുഖം ഞാൻ എന്തും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അന്ന് എൻ്റെ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കണ്ട അവിനാശില്ലേ, അവന് നിന്നെ അറിയാലോ. അവനോട് മാത്രം സത്യം പറഞ്ഞാൽ പോരെ? അല്ല, നമ്മൾ ഫ്രണ്ട്സായെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? ഞാൻ വലിയവനാണെന്നല്ലേ അറിയാം. പെണ്ണും ചെറുക്കനും ഇതിലൂടെ നടന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോ മുകളിൽ നിന്നും പുഷ്പവൃഷ്ടി ഉണ്ടാകും. എന്ത്? അല്ല, ഈ പൂ എറിയൊന്ന്. അല്ല, ആരതിന്റെ മേളിൽ കയറി പോറിയാൻ? ആ, അതിനു വേണ്ടി നമുക്ക് 4 ബംഗാളികളെ മുകളിലത്തെ 4 കോണറിൽ നിർത്താം. എങ്ങനെയുണ്ട്? ചേട്ടാ, എന്നിട്ട് വേണം അതൊക്കെ കൂടി പൊളിഞ്ഞ് നമ്മുടെ തല തന്നെ വീഴാനായിട്ട്. അവിടെ മറ്റേ ലൈറ്റ് സ്റ്റാൻഡും കേബിളൊക്കെ ഉണ്ട്, അത് നടക്കത്തില്ല. ഓ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലേ? ആ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ അണ്ടർഗ്രൗണ്ടിലൂടെ 4 പേരെ. യെസ്. എന്റെ പൊന്നെ വിനോദേട്ടാ, നിങ്ങളൊന്ന് നിർത്തിയ. നിങ്ങൾ എന്തീ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്തേ പേപ്പർ മൊത്തം വരച്ചു വെച്ചിരിക്കുന്നത്? എടാ, നീ കത്തി സിനിമ കണ്ടിട്ടില്ലേ? വിജയ് ഇങ്ങനെ സ്കെച്ച് ചെയ്ത് അടിക്കൂടെ സ്കെച്ച്. നിങ്ങളോടൊരു കല്യാണത്തിന്റെ കോൺസെപ്റ്റ് അല്ലേ ചോദിച്ചുള്ളൂ, അല്ലാതെ മറ്റേ പാകിസ്ഥാനിൽ പോയി ബോംബിടാനെന്ന് പറഞ്ഞാ ഇത് എന്ത്? ഇത് ഇടോടാ ഇടും, ഞാൻ ബോംബിടും. മനുഷ്യൻ ആറ്റുനോറ്റ് കിട്ടിയ ഒരു കല്യാണം, അതും ഹൈ ബജറ്റ്. ഇതിന് ബോംബല്ല, പാറ്റൻ ടാങ്ക് വരെ ഞാൻ ഇറക്കും. നിങ്ങൾക്ക് വട്ടായിട്ടാ വിനോദേട്ടാ? എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ പോയി കാണിച്ചു. എടാ, ഞാൻ രാവിലെ കാണിച്ചിട്ടാ വരുന്നത്. എന്ത് വട്ടിന്? അല്ലടാ, ജലദോഷത്തിന്. ഓ, ചെറുക്കൻ്റെ കൊച്ചാപ്പനാ വിളിക്കുന്നത്. അങ്ങേരെ ഈ വർക്ക് തന്നത്. സ്വന്തം വീട്ടിലെ വർക്കിന് കമ്മീഷൻ അടിക്കുന്ന തെണ്ടി. ഇവന്റെ ഫോൺ ഞാൻ എടുക്കത്തില്ല. എടുത്തേക്ക്, എടുക്ക്. ഹലോ സർ, സുഖമാണോ സർ? ഇവിടെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അതെ അതെ അതെ. എന്തൊക്കെയുണ്ട് വിശേഷം സർ? എല്ലാം റെഡിയായി. ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം സർ? ചെറുക്കനും വീടും തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. രണ്ടുപേരും ഉടക്കിയിരിക്കുക. ചിലപ്പോൾ കല്യാണം ചെറുതായിട്ടൊന്ന് മുടങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പറയല്ലേ സാർ. ഞാനിവിടെ ഒരുപാട് പേർക്കൊക്കെ അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് നിൽക്കുക. സാർ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്ന് പറഞ്ഞാൽ ചെറുക്കനും വീടും തമ്മിൽ കല്യാണം വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ തന്നെ ചെയ്യാനാ? അങ്ങനെയല്ല അത്. ഹലോ സാർ, ഞാൻ ഹലോ ഹലോ. എന്ത് പറ്റി? എന്താണ് പറ്റിയെന്ന് പറ. പുഷ്പവൃഷ്ടിയും ബോംബും ഒക്കെ പോയടേ. എല്ലാം പോയാ? എന്താണ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്, പക്ഷെ ഒരു സംശയമുണ്ട്. തത്തയെ പഠിപ്പിക്കുന്ന പോലെ ഞാൻ നിന്നെ മുഴുവൻ പഠിപ്പിച്ചല്ലേ. എന്താണ് ഇനി സംശയം? അതല്ല, എന്നെ കണ്ട ഒരു സിനിമാ സംവിധായകന്റെ ലുക്ക് ഉണ്ടോ? എടാ, നിന്നെക്കാൾ ഓഞ്ഞ ലുക്കുള്ള സംവിധായകർ ഇപ്പൊ ഉണ്ട്. ലുക്കിലല്ല, വർക്കിലാണ് കാര്യം. അണ്ടർസ്റ്റാൻഡ്? പിന്നെ പരമാവധി മിണ്ടാണ്ടിരിക്കുക. അതിനകത്ത് ഐസക് ന്യൂട്ടനെ പോലെ എടുത്ത് നടക്കുന്നതാണ്. എന്തെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്നവനാണ്. അവന്റെ മുന്നിൽ പ്രത്യേകിച്ച് മിണ്ടരുത്. മാക്സിമം ജാടയിട്ടോ. ഓക്കെ, അവി വരാതിരുന്നാൽ മതിയായിരുന്നു. ഇതൊക്കെ തന്നെ, നീ സംവിധായകനല്ലേ, കുറച്ചും കൂടെ വെയിറ്റിൽ നടക്കും. വാ, എല്ലാം സെറ്റാണ്. വാ, ഇങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് വാ. ഞാൻ പേടിച്ചോയി. ഒന്ന് കോളിംഗ് ബെൽ അടിച്ചൂടെ? മീനു, നീ അങ്ങോട്ടേക്കും പോകണം. ആ, ഞാൻ ഷോപ്പിങ്ങിന് പോവാ. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ വരും. ഊബറിലൊന്നും വിശ്വസിച്ച് പോകരുത് ചേച്ചി. ആ, എന്താ? അതൊന്നുമില്ല, നീ പോയിട്ടോ. ഇതാരത്? ഇത് ഞാൻ പറയാൻ പറഞ്ഞു. ഇത് സുധി, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, ഫിലിം ഡയറക്ടറാണ്. ആ, ഇങ്ങനെ ഒരാളിനെ കുറിച്ച് നീ ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞില്ല. സാം, വീട്ടിലൊരാൾ വരുമ്പോ ഇങ്ങനെയാണ് പറയാ? കുടിക്കാൻ എന്തെങ്കിലും വേണോന്നല്ലേ ചോദിക്കാം. കുടിക്കാൻ എന്തെങ്കിലും വേണം, ഞാൻ കൊടുത്തോളാം. എന്നാ ഞാൻ പോട്ടെ ചേട്ടാ. ചേട്ടാ ഇരിക്കട്ടോ, ഞാൻ പോയിട്ട് വരാ. എനിക്കൊരു സംശയം, എന്തോ ഒരു ഉടായി പോലെ. നീ പോയത്തേക്ക്. സുധി, ഡയറക്ടർ സുധി, വാ. ചേട്ടൻ്റെ ആദ്യത്തെ പടത്തിന്റെ പേരെന്താ? ടൈറ്റാനിക്. നീ പോയി മുട്ടിക്കോ. ചേച്ചി എന്തിനാ ചേച്ചി പേടിക്കുന്നത്? അതിന് ഞങ്ങൾ ചേച്ചീനെ വല്ലതും ചെയ്താ? ചേച്ചി ഞങ്ങളൊക്കെ ഡീസന്റ് പിള്ളേരാന്ന്. നിങ്ങൾക്ക് എന്താ വേണ്ട ഇപ്പോ? ഞങ്ങൾ ഇനി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചേച്ചിയെടുത്ത് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ വന്നല്ലേ. നിനക്ക് ചേച്ചി ആദ്യം ഇവനൊരു ഷെയ്ക്കാൻഡ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് പറ്റുമെങ്കിൽ
ഞങ്ങൾക്കും കൂടെ ഓരോന്ന്. അല്ലെങ്കിൽ വേണ്ട, ചേച്ചി ചേച്ചിയുടെ വാട്സാപ്പ് നമ്പർ ഒന്ന് പറഞ്ഞു. ഞാനിവിടെ അടുത്ത വീട്ടിലുള്ളതല്ലേ, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ വിളിച്ചാൽ മതി. ചേച്ചി നമുക്കവിടെ പോയിട്ട് പിന്നെ തിരിച്ചു പറഞ്ഞു. ചേച്ചി ആൾക്കാര് ഉപദ്രവിക്കുന്നു. ആൾക്കാര് എന്താണ് എന്താണ് പോടാ. പോടാ അവിടുന്ന്. പോടാ. മര്യാദയ്ക്ക് പണിയാക്കോ. പോടാ അവിടുന്ന്. പെണ്ണുങ്ങളെ അഭ്യാസം കാണിക്കുന്നത്. പോടാ. എന്റെ വിനോദേട്ടാ, ഞാൻ അതിനല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ശരിയാക്കാം. ഞാനിവിടെ എത്തിയപ്പോ അവിടെ ലക്കീനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് പ്രീസിച്ചിയുടെ കഫേയില്. ഞാനവിടെ വിളിച്ചോളാം. ഇപ്പോൾ അവിടെ എത്തിക്കാണും. എല്ലാം ശരിയാകും ചേട്ടാ. നിങ്ങളൊന്ന് സമാധാനപ്പെട്. എൻ്റെ പൊന്നു വിനോദേട്ടാ, നിങ്ങൾ ഈ കട്ടിമീശ വെച്ച് ഇങ്ങനെ കരയല്ലേ. വെക്ക് ഞാനങ്ങോട്ട് വിളിക്കാം. സന്ദീപേ, അവ നിന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അവിനാശ് ചേട്ടൻ പറഞ്ഞതാ. അത് ആ ടേബിളിൽ ഇരിപ്പുണ്ട്. ഇത്ര നേരമായിട്ട് ആകെ ഒരു കോഫി മാത്രം ഓർഡർ ചെയ്തിട്ടുള്ളൂ. ആണോ? ഓക്കെ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഒരു ഫ്ലോ പോയി. എക്സ്ക്യൂസ് മീ, ജിത്തിൻ അല്ലേ? അതെ. ജിത്തിൻ്റെ ബ്രദർ ജിനോ ആക്ച്വലി എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. നെക്സ്റ്റ് വീക്ക് മാരേജ് അല്ലേ? എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ ഓക്കെ. എടോ ആക്ച്വലി വളരെ നന്ദിയുണ്ട്. എന്തിന്? ഞങ്ങൾ ഫ്രണ്ട്സ് എത്ര നാളായെന്നറിയോ കൂടെ ഒന്ന് കണ്ടിട്ട്. ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ട് ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പം തന്നെ കല്യാണം കാരണം അത് സെറ്റായി. അതാ ഞാൻ നേരത്തെ ജെന്നിഫറിനോട് താങ്ക്സ് പറഞ്ഞേ. കോളേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതായിരുന്നു ഒരു ഗെറ്റ് ടുഗദർ. പക്ഷെ നടന്നില്ല, എല്ലാവരും ഭയങ്കര ബിസി. നിങ്ങൾ നല്ല ലക്കിയാട്ടോ. എല്ലാവരും ഇങ്ങനെ മനസ്സുകൊണ്ട് സന്തോഷിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ കല്യാണം നടക്കുമല്ലോ. ലവ് മാരേജിൽ ഇത്ര കോമൺ അല്ല. അതിനൊക്കെ ഒരു യോഗം വേണം. ലക്ഷ്മിച്ചി, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഈ കല്യാണം നടക്കില്ല. അയ്യോ, എന്ത് പറ്റി? ഇവനിങ്ങനെയാണ്, പരസ്പര ബന്ധമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഡയറക്ടർ ശ്രദ്ധിക്കണ്ട. ഇവന്റെ സ്വഭാവം കാരണം ഞാൻ ഇവനെ പറ്റി ഒരു ചെറുകഥ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേരാണ് എന്തിനോ വേണ്ടി തിളക്കുന്ന സംസാരം. കേട്ടിക്കോളെ. മീനു, എന്താ പ്രശ്നം? നീ വാലോർക്ക്. ഒന്നുമില്ലാണോ നീ വാലോടച്ച് കരഞ്ഞോണ്ടിരിക്കുന്നത്? നീ വാലോർക്ക്. മീനു വാലോർക്ക്. എന്താണ് പ്രശ്നം? ഒന്നുമില്ല, നിങ്ങൾ പൊക്കോ. ഒന്നുമില്ലാണ്ടാണ് നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത്. കാര്യം പറഞ്ഞു. കാര്യം പറയൂലേ? ഞങ്ങൾ ചേച്ചിയുടെ വല്ലതും ചെയ്താ? ചേച്ചിയുടെ വാട്സാപ്പ് നമ്പർ ഉണ്ടോ? എന്താണ് എന്താണ്? പാടാ സാമേ, അമര ജംഗ്ഷനിൽ കാണും. ഇത് ഇങ്ങനെ വെച്ചോണ്ടത് ശരിയാവില്ല. വാ ശ്രുതി, നീ ഇവിടെ ഇരിക്കും, ഞങ്ങൾ പോയിട്ട് വരാം. ചേട്ടൻ്റെ മകള് എൻ്റെ മകളാ. ചേട്ടാ, ഇതാകെ പ്രശ്നമാകോ? അറിയില്ല, എനിക്കിങ്ങനെ പ്രശ്നത്തിലൊന്നും ഇടപെട്ട് ശീലമില്ല. ചേച്ചിയേ, ചേച്ചി 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 ഒന്ന് വാലോർക്ക് ചേച്ചി, ഞാൻ ഒന്ന് കാണട്ടെ. ഞങ്ങളും കാണട്ടെ. വാലോർക്ക് ചേച്ചി, ഒന്ന് കണ്ടിട്ട് പോവാനേ. എന്ത് പറ്റി മകളെ? ഞാൻ പറഞ്ഞില്ലേ പുറത്ത് ശല്യം ചെയ്ത ആൾക്കാര്. അവര് ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് വാലോർക്ക് ചേച്ചി, ഞാൻ നിന്റെ ധൈര്യം ഒന്ന് കാണട്ടെ. ഏതായാലും അവർ നമ്മളെ കാണാൻ വന്നല്ലേ, ഞാൻ പോയി കാണിച്ചു കൊടുത്തിട്ട് വരാം. അയ്യോ ചേട്ടാ, ആരും കാണുന്നില്ല. ഞാൻ ഓരോ അടി നിർത്തിയത് എന്താന്ന് വെച്ചാലേ, ഞാൻ പറയുന്ന കാര്യം കേൾക്കാനുള്ള ഒരു മിനിമം ബോധം നിനക്കൊക്കെ വേണമെന്ന് വെച്ചിട്ടാ.
ഒരു പെണ്ണ് നിന്റെയൊക്കെ മുഖത്ത് നോക്കി നിന്റെ ഒന്നും വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ലെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിന്റെയൊക്കെ വീട്ടിലിരിക്കുന്ന അമ്മയ്ക്കും പെങ്ങൾക്കും ഇല്ലാത്ത ഒരു എക്സ്ട്രാ ഫിറ്റിങ്ങും ഒരു പെണ്ണിനും ഇല്ലെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഒരാണും പെണ്ണും ഒരുമിച്ച് ഇരുന്നാ പ്രശ്നം, ഒരുമിച്ച് നടന്നാ പ്രശ്നം, അവളൊന്നും നോക്കി ചിരിച്ചാ പ്രശ്നം, അവളുടെ ഉടുപ്പിന്റെ ഇറക്കം കുറഞ്ഞ, രാത്രി ഇത്തിരി വൈകി വന്നാൽ പിന്നെ അവൈലബിൾ ആണോന്നാ ചോദ്യം. അവളങ്ങ് പ്രതികരിച്ചു കഴിഞ്ഞാൽ നിന്റെയൊക്കെ മറ്റേ സദാചാരക്കൊരു പൊട്ടി ഒലിക്കും. എന്നിട്ട് ചോദിച്ചാൽ പറയും സംസ്കാരം എന്ന്. ഒരുത്തി ശബ്ദമുയർത്തി പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും കയറി തെരുവിളിയാണ്. എന്നിട്ട് രാത്രി നീയൊക്കെ മറ്റേ ചറ്റ വെക്കാനും ഇറങ്ങും. ഇനി ഇമാതിരി സീനങ്ങ് ആവർത്തിച്ച ഇതുപോലെ ചോദ്യം പറച്ചിലൊന്നും കാണത്തില്ല. വെട്ടിക്കണ്ടിച്ച് പട്ടിക്കിട്ട് കൊടുക്കും. മനസ്സിലാണോ പട്ടികളെ? എന്താ വെട്ടിക്കളയും. ആ നീയൊക്കെ അത്രയും മനസ്സിലാക്കിയാൽ മതി. ചേട്ടന്മാരെ ചായ. വേണ്ട പെങ്ങളെ, വായ തുറക്കുന്നില്ല, കുടിക്കാൻ പറ്റില്ല. വേഗം സ്ഥലം വിടണം. മോളെ ചായ എത്രയെന്ന് വെച്ചാൽ സഹിക്കണം. എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ എന്ത് ചെയ്താലും സംശയം. ഞാൻ രാത്രി കോൾ വെയിറ്റിംഗ് വന്നാൽ സംശയം. എങ്ങോട്ടെങ്കിലും ഇറങ്ങിയാൽ എവിടെ പോവാ, എന്തിനു പോവാ, എത്ര ദൂരമുണ്ട്, കൂടെ ആരൊക്കെ ഉണ്ട്, ജെൻസ് ആണോ ലേഡീസ് ആണോ ട്രാൻസ്ജെൻഡർ ആണെന്നൊക്കെ ചോദ്യങ്ങൾ. എന്നിട്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ 10 വോയിസ് കോളും ഇനി 4 വീഡിയോ കോളും. ഞാൻ ഏത് ഡ്രസ്സ് ഇടണം തീരുമാനിക്കുന്ന അയാളാണോ? ഒരു സ്ലീവ്ലെസ് ടോപ്പ് ഇട്ടെന്ന് പറഞ്ഞ് 3 ദിവസം അയാൾ എന്നോട് മിണ്ടാതെ നടന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ അയാൾ സമ്മതിക്കാറില്ല. അങ്ങനെ പോസ്റ്റ് ചെയ്യണേ തന്നെ ഞാൻ ആദ്യം അയാൾക്ക് അത് അയച്ചു കൊടുത്ത പിന്നെ അയാൾ അത് അപ്രൂവ് ചെയ്തിട്ട് വേണം എനിക്ക് പിന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ എന്റെ ഫോണിന്റെ ലോക്കും പാസ്വേഡും FBID എല്ലാം ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അപ്പൊ ഞാൻ വലിയൊരു സംശയരോഗിയാന്ന് പറയും. 2 വീട്ടുകാരെ ഒരുപാട് കൺവിൻസ് ചെയ്യിച്ചാണ് ഈ കല്യാണം നടത്തുന്നത്. അപ്പൊ അതിൻ്റെതായ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. എല്ലാം അവരുടെ വീട്ടുകാർ പറയും പോലെ ചെയ്യും. ചോദിച്ചാലും ഞാൻ അവരുടെ വീട്ടുകാർക്ക് ഒരു വിലയും കൽപ്പിക്കില്ലെന്ന്. എന്താ എനിക്ക് പറയുന്ന കുടുംബമൊന്നുമില്ല. ഞാൻ എന്താ ആകാശത്ത് പൊട്ടി വീണ. അറേഞ്ച്ഡ് മാരേജ് സിസ്റ്റത്തിൽ വരുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളില്ലേ, അതിനിപ്പോ എന്താ പറയാ? യു മീൻ മാമൂൽസ്? യെസ്, ദാറ്റ് മൂൾസ്. എനിക്ക് എന്റെ ഫാമിലിന്റെ കാര്യങ്ങളും കൂടെ നോക്കണ്ടേ. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, കല്യാണം സമ്മതിച്ചപ്പോ തന്നെ പറഞ്ഞതാണ് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാം തലയാട്ടി സമ്മതിച്ച, എന്നിട്ട് ഇപ്പൊ കുറെ ഒബ്ജെക്ഷൻസ് എന്നും പറഞ്ഞ ഓരോ പരിധി വേണ്ടി. ഓരോ ദിവസം ഓരോരോ കണ്ടി എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടി. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും സ്ത്രീ സ്വാതന്ത്ര്യം മണ്ണാൻ കാട്ടി അടുത്തു. മെയിൽ ഷോവനിസ്റ്റ്, ഫെമിനിസ്റ്റ്. അനിയ, ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. പക്ഷേ ഈ താനി പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. പറയും. ഓക്കെ, താനിപ്പോൾ എന്നോട് പറഞ്ഞ ഈ പരിഭവങ്ങളൊക്കെ ഇതൊക്കെ ഒരു ഫിൽറ്ററും ഇല്ലാതെ പുള്ളിക്കാരോട് പറ. പുള്ളിക്കാരിക്കുണ്ടാവില്ല എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഇങ്ങോട്ടും പറയാം. ഈ പെർഫെക്റ്റ് പേർന്ന് വരണ സാധനം അങ്ങനൊന്നും ഇല്ല. എല്ലാ മനുഷ്യർക്കും ഓരോരോ കുറവുകളുണ്ട്. പിന്നെ നാട്ടുകാരും വീട്ടുകാരൊക്കെ വെഡിങ് റിസപ്ഷൻ കഴിയണ വരെ ഉണ്ടാവുള്ളൂ കേട്ടാ. ബാക്കി ജീവിക്കേണ്ടത് നിങ്ങളാണ്. എടാ, ഒരു പെൺകുട്ടി അവൾ ജനിച്ച വീട് വിട്ട്, അവളെ വളർത്തി അവളുടെ വീട്ടുകാരെ വിട്ട് നമ്മുടെ ഒപ്പം ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു 2 ദിവസം അവരുടെ വീട്ടിൽ പോയി നിന്നാൽ മതി. നമ്മളെ വിശ്വസിച്ച് ഇറങ്ങി വരുന്ന അവരുടെ മനസ്സുണ്ടല്ലോ, നമ്മളത് ബഹുമാനിക്കണം ബ്രോ. എന്നാലും എന്തെന്നാലും ജിതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ദേഷ്യം അത് മാറണമെങ്കിൽ ഒരു വഴിയുണ്ട്. ഒന്ന് കണ്ണടച്ച്. എന്തിന്? ഒന്ന് കണ്ണടക്കി ബ്രോ. ടേക്ക് എ ഡീപ് ബ്രെത്ത്. എന്നിട്ട് ഞാൻ പറയണ കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഓർക്കണം. ആദ്യമായിട്ട് കണ്ട ദിവസം, ആദ്യമായി ഇഷ്ടം തുറന്നു പറഞ്ഞ നിമിഷം, അന്നടിച്ച ടെൻഷൻ, ആദ്യമായിട്ട് തനിക്ക് അവൻ തന്ന ഗിഫ്റ്റ്, ആദ്യത്തെ ലോങ് ഡ്രൈവ്, ആദ്യമായിട്ട് ഹഗ് ചെയ്ത നിമിഷം. ഇനി കണ്ണു തുറന്നു. എനിക്കിപ്പോൾ അവളെ കാണിച്ചടാ. പറഞ്ഞാൽ തീരാത്ത പ്രശ്നമുണ്ടോ? ഇല്ല, എനിക്ക് അവളില്ലാതെ പറ്റില്ല. താങ്ക് യു മാൻ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. താൻ വന്നില്ലായിരുന്നെങ്കിൽ ഓ മൈ ഗോഡ്. നമുക്ക് പിന്നെ കാണാം. ശരി ശരി, ഓക്കെ. ഓ എൻ്റെ ബേ. ലക്കി, അവിടെ എല്ലാം ഓക്കെ അല്ലേ? ആ, നിന്റെ അടുത്ത ആഡിൽ എനിക്ക് റോള് തന്നില്ലെങ്കിൽ കേട്ടല്ലോ. ഓ
താങ്ക്സ്. ഇപ്പൊ തന്നെ പോണോ? കുറച്ച് കണ്ടു പോയപ്പോ DIG വന്നിട്ട്. അതല്ല, ഞാൻ അവരോട് ഫോണിൽ പറഞ്ഞോളാം. പോയിട്ട് ഇച്ചിരി അത്യാവശ്യമുണ്ട്. അതാ മകളെ. ആ, ഇന്നലെ നാളെ കിട്ടുമല്ലോ. എത്തിയല്ലോ. അവരോട് പോയി കൈ കിട്ടിയിരുന്നെങ്കിൽ അതിൽ ഇടിയിടിക്കായിരുന്നു. എല്ലായിടത്തും നോക്കി അവന്മാരെ കിട്ടിയില്ല. കിട്ടിയിരുന്നവന്മാർ ഇവിടെ കൊണ്ടു മാപ്പ് പറയും. മാപ്പൊക്കെ പറഞ്ഞു. എപ്പോ? ആ, അതൊക്കെ പറഞ്ഞു അല്ലേ സുചേട്ടാ? സുചേട്ടൻ പോവാൻ നിക്കാ. എങ്ങോട്ട് പോവാൻ? ഒരു മിനിറ്റ്. പ്രശ്നം സോൾവ് ആയി. 25,000 രൂപയ്ക്ക് കോംപ്രമൈസ് ആക്കി തരാമെന്ന് അവർ പറഞ്ഞു. ആ, അതൊന്നും അല്ല. ഇനി കാശിനെന്ത് ചെയ്യും? ആ, നമ്മുടെ സുകുമാരൻ ചേട്ടൻ്റെ വണ്ടിയുടെ RC ബുക്ക് പണയം വെച്ചാൽ മതി. അല്ല, ആരാ സുകുമാരൻ ചേട്ടൻ? എൻ്റെ അച്ഛനാ. സുധീർ സുകുമാരൻ എന്നല്ല എൻ്റെ പേര്. നല്ല പേര്. അപ്പോൾ ശരി, എന്നാൽ അവനെ വിട്ടോ. താങ്ക്സ്. വലിയവരാണെന്ന് പറയണ്ട. ഇപ്പോൾ ഇനിയും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലേ, അത് വേണ്ട, വിട്ടോ വിട്ടോ. പോട്ടെ മകളെ. ശരി ആങ്ങള്. പോട്ടെ. അങ്ങളാ പെങ്ങൾ ഇതൊക്കെ എപ്പോ? പുള്ളിയുടെ പടത്തിന്റെ ഷൂട്ട് എന്നാ സ്റ്റാർട്ട് ചെയ്യണേന്ന്? അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും. പാടിവട്ടം ടു പാലാരിവട്ടം. നല്ല ടൈറ്റിൽ അല്ലേ? മീനു. ആ